ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ സിറ്റിയില് മോള് വേറെ ആരെങ്കിലും കണ്ടിരുന്നോ? ആരെ? അത് പിന്നെ ആരെങ്കിലും മോളെ അന്വേഷിച്ച് വരികയോ എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്തായിരുന്നോ? ആര് വരാനാ? അമ്മ എന്താ ഉദ്ദേശിച്ചേ? ഏയ് നവീൻ, നമുക്ക് അങ്ങോട്ടൊന്ന് പോണ്ടേ? ഞാനൊന്ന് പോയിട്ട് വരാമേ. ഇവരറിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോകണ്ടെന്നുണ്ടെങ്കിൽ പോവാം. വാടാ. എന്താ അമ്മ ഇത്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ വരുന്നുണ്ടല്ലോ. എന്തെങ്കിലും സമയദോഷമുണ്ടോ? ഞാൻ പൂജാമുറിയിലേക്ക് ചെല്ലട്ടെ. നവീന്റെ വധുവായി വരുന്ന പെൺകുട്ടി ആ വീടിന്റെ പടി ചവിട്ടുന്ന നിമിഷം അവരുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു തുടങ്ങും. നന്ദ വിട്ടൊഴിയുന്നില്ല. എല്ലാ ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങി. ഇതിനൊരു അവസാനം എവിടുന്ന അമ്മേ? എന്തെങ്കിലും കാര്യത്തിൽ മനസ്സൊന്നും തണുത്താലും അടുത്തെന്താ വരാൻ പോകുന്നുള്ള പേടിയാ. വലിയ അപായമൊന്നും ഇല്ലാതെ പോയല്ലോ, അത്രേ ഉള്ളൂ ഇപ്പോഴത്തെ ആശ്വാസം. മമ്മി, മോളെ, എനിക്ക് നവീനെ കാണണം. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് നവീനെ കണ്ടേ പറ്റൂ. നിനക്ക് ആക്സിഡന്റ് ഉണ്ടായത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? നീ ഒരു പാമ്പിനെ കണ്ട് കാർ വെട്ടിച്ചതല്ലേ? ഇതിനു മുമ്പ് സ്വപ്നത്തിൽ നീ പാമ്പിനെ കണ്ട് പേടിച്ചിട്ടില്ലേ? അതിന് നവീന്റെയും നിന്റെയും വിവാഹ തീയതി നിശ്ചയിച്ച ദിവസമാണ്. അപ്പൊ അതിനർത്ഥമൊന്നുമില്ലേ? വരാൻ പോകുന്ന ആപത്തിനെ ചൂണ്ടിക്കാണിച്ചു തന്നതല്ലേ അത്? മമ്മി, വെറുതെ ഓരോന്ന് പറയണ്ട. പറയും. കളരിക്ക കുടുംബം സർപ്പശാപം വീണ് തറവാടാ. അവിടേക്ക് കയറി ചെല്ലുന്ന ഒരു പെൺകുട്ടിയും അധികകാലം ജീവനോടെ ഇരിക്കില്ല. മമ്മി, ഇത്ര നേരം ഇരുന്ന് ആലോചിച്ചിട്ട് ഈ ഒരു കഥയാണോ കിട്ടിയത്? എന്നെയും നവീനെ അകറ്റാനാണോ മമ്മി ശ്രമിക്കുന്നത്? മമ്മി എത്ര ശ്രമിച്ചാലും അതിന് സാധിക്കില്ല. ഗാഥ, ഞാൻ പറയുന്നൊന്ന് കേക്കുമോളെ. ഞാൻ നിന്റെ ആഗ്രഹങ്ങൾ തടയുന്നില്ല, ആപത്ത് തടയാനാ നോക്കുന്നത്. എനിക്കതൊന്നും കേക്കണ്ട. പിന്നെ ഞാൻ ആരോട് ചെന്ന് പറയണ്ടേ? എന്റെ ഫോൺ എവിടെ? ഈ അവസ്ഥയിൽ നീ ആരോട് സംസാരിക്കണ്ട. ഞാൻ ഫോൺ തരില്ല. ഗാഥ, പ്ലീസ്. മമ്മി പ്ലീസ്, ഫോൺ തരാനല്ലേ പറഞ്ഞേ? നവീൻ എത്ര തവണ എന്നെ വിളിച്ചു, എന്നിട്ട് എന്താ എടുക്കാതിരുന്നേ? ഞാൻ ഹോസ്പിറ്റലാണെന്ന് നവീനോട് എന്താ പറയാതിരുന്നേ? വേണോന്ന് എനിക്ക് തോന്നിയില്ല. മമ്മിയുടെ വാശി എന്തിനാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് എന്നോട് വേണ്ട. The person you are calling is not answering. കണ്ടോ, നവീൻ ഫോൺ എടുക്കുന്നില്ല. ഇനി അതിനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്ത് പറഞ്ഞാലും നവീൻ നവീൻ നവീൻ. അതെ, എനിക്ക് നവീൻ അത്രയും പ്രിയപ്പെട്ടതാ. നവീൻ എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്ന ഒരാളെ പോലും എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഇത് വെച്ചോ ഏട്ടാ. അമ്മേ, 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 തങ്കം.
കണ്ടോ അമ്മേ? ഇത് മുഴുവനും കാശാ. സുന്ദരി നാട്ടിൽ നിന്ന് കൊണ്ടുപോയ മൊത്തം കാശ്. എന്നാലും എന്റെ കൃഷ്ണേ, നിന്നെ ഞാൻ സമ്മതിച്ചു കേട്ടോ. ഇത്രയും ദൂരത്തേക്ക് സുന്ദരി നാട് വിട്ടു പോയിട്ടും നീ അവളെ കണ്ടുപിടിച്ച് കാശ് വാങ്ങി എടുത്തല്ലോ. ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ല. എന്തോരാൾക്കാർ എന്നെ സഹായിച്ചെന്നറിയോ? ഗോപാല മാമ, സുനൻ ചേച്ചി, അവിടുത്തെ യൂണിയൻകാര്, പിന്നെ പേരറിയാത്ത കുറേ ആൾക്കാര്. അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ, ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും ഏതെങ്കിലും രൂപത്തിലെന്ന്. അത് മുഴുവനും ഞാൻ കണ്ടു. കാശ് കിട്ടിയതുകൊണ്ടൊന്നുമല്ല, നീ ഇങ്ങോട്ട് വന്നല്ലോ, അതാ എനിക്കൊരു സമാധാനം. ദേ, ഞാനൊരു കാര്യത്തിന് പോയി അത് നേടി വരുമ്പോ അതിനൊരു വിലയില്ലാതെ ഇങ്ങനെ സംസാരിക്കല്ലേ അമ്മേ? കൃഷ്ണേ, നീ വിളിച്ചു പറഞ്ഞപ്പോഴേ കാശ് കിട്ടാനുള്ളവരെ മുഴുവൻ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്തൊരു സന്തോഷാന്നറിയോ അവർക്ക് എല്ലാവർക്കും. നമ്മുടെ രാധേച്ചി ഇല്ലേ, രാധേച്ചി പറയാ നീ ദേവിയുടെ അവതാരാന്നൊക്കെ. പിന്നെ ഞാനിനി വാളും പിടിച്ച് കുട്ടനാട്ട് കൂടെ തുള്ളി നടക്കാം. ഇത് വാങ്ങിച്ചെടുത്തത് എങ്ങനെയാന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അതെ, ഇനി അമ്മയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. ഡോക്ടറോട് ഓപ്പറേഷന്റെ കാര്യങ്ങൾ സംസാരിക്കണം. അതൊക്കെ ഇനി പരിപാടി. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്തുപറ്റി? അതെ, സുന്ദരി ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ മാത്രം മതിയാവില്ലല്ലോ അമ്മയുടെ ഓപ്പറേഷന്. കുറച്ചുകൂടി വേണ്ടി വരും. ഹാ, കുഴപ്പമില്ല, ഇത്ര ഒത്തില്ലേ അല്ലേ അമ്മേ? ബാക്കി കൂടി ഞാൻ എങ്ങനെയല്ലോ ഒപ്പിക്കും. നീ എന്തേലും കഴിച്ചിട്ടാണോ വന്നേ? എവിടുന്ന് കഴിക്കാനാ? ഈ സന്തോഷം കൊണ്ട് എന്തേലും കഴിക്കാൻ തോന്നണ്ടേ? ഉണ്ണി, ഇവിടെ എന്തേലും ഉണ്ടോടി? രാവിലെ അമ്മയ്ക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തേ. അത് പിന്നെ ഒരെണ്ണത്തിന്റെ മൂല പിച്ചിട്ട് അവസാനിപ്പിക്കുകയാണല്ലോ പതിവ്. കറിയാണ് പ്രശ്നം. ഇന്നലത്തെ ചാളക്കറി വേണമെങ്കിൽ തരാം. ഹാ, എന്നിട്ടാണോ? അത് തന്നെ ധാരാളല്ലേ? എന്നാ ഞാൻ എടുത്തിട്ട് വരാം. ഓ, നീ പിന്നെ മുതലാളിയായിട്ടൊന്നും കണക്കാക്കണ്ട. ഞാനിപ്പോ അടുക്കളയിലേക്ക് അങ്ങ് വരും. അയ്യടാ, നിന്നെ മുതലാളിയായിട്ട് കണ്ടിട്ടൊന്നും അല്ല. നീ അടുത്തിരുന്ന് കഴിക്കുമ്പോഴേ അമ്മയ്ക്കും എന്തേലുമൊക്കെ പിച്ചു കൊടുക്കും. എന്തെങ്കിലുമൊക്കെ വയറ്റിലോട്ട് ചെല്ലട്ടെ. നീ വാ, ഞാൻ ദോശ എടുത്തു വെക്കാം. അമ്മേ, അമ്മയ്ക്ക് സന്തോഷം തോന്നുന്നുണ്ടോ? നോക്കേ, പലപ്പോഴും നിന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് തങ്കേച്ചിക്ക് എന്തിനാ ആൺമക്കള്, ഇവളൊരുത്തി പോരേന്ന് എല്ലാരും ചോദിക്കാറുണ്ടായിരുന്നു. അതിപ്പോ എന്റെ മോള് തെളിയിച്ചു. ആ, പിന്നെ സിറ്റിയില് മോള് വേറെ ആരെങ്കിലും കണ്ടിരുന്നോ? ആരെ? അത് പിന്നെ ആരെങ്കിലും മോളെ അന്വേഷിച്ച് വരികയോ എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്തായിരുന്നോ? ആര് വരാനാ? അമ്മ എന്താ ഉദ്ദേശിച്ചേ? ഏയ്, ഒന്നുമില്ല. കാര്യം എന്താന്ന് വെച്ചാ പറ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ആ, നീ പെട്ടെന്ന് ആഹാരം കഴിക്കാൻ നോക്ക്.